Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ ചാപ്റ്റർ 4 കോസ്റ്റ് ആൻഡ് റവന്യൂ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്. കാരണം ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റിനെ കുറിച്ചൊക്കെയാണ് അതിൽ കൂടുതലായി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കേണ്ട പോയിന്റ് എന്താണ് ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ആൻഡ് ഡെഫിനേഷൻ. കോസ്റ്റ് എന്ന് പറയുന്നത് എന്തേ ഉള്ളൂ, ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് നമുക്കൊരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ വരുന്ന ചിലവ്, അതിനാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് ദ എക്സ്പെൻസ് ഇൻകേർഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവിനെ തന്നെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ സം ഓഫ് ഓൾ മണി എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ എ ഫേം ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫേമിന് എന്തൊക്കെ തരത്തിലുള്ള പൈസയുമായി ബന്ധപ്പെട്ട ചിലവ് വരുന്നുണ്ടോ അതിൻ്റെ ആകെ തുകയെ തന്നെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ അതിൽ എന്തൊക്കെ എക്സ്പെൻസ് ഇൻക്ലൂഡ് ആവുന്നുണ്ട്, റോ മെറ്റീരിയലിൻ്റെ പർച്ചേസ് ചെയ്യുന്ന സമയം മുതൽ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി അതിൻ്റെ അൾട്ടിമേറ്റ് കൺസ്യൂമറിലേക്ക് എത്തുന്ന വരെയുള്ള എല്ലാത്തിനെയും തന്നെ എന്ത് പറയാം, കോസ്റ്റ് എന്ന് പറയാം. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ്, പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു കോസ്റ്റ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് കോസ്റ്റ് എന്ന് പറയാൻ സെവറൽ ടൈപ്സ് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. അതിൽ ഫസ്റ്റ് മണി കോസ്റ്റ് ആണ് പറയുന്നത്. മണി കോസ്റ്റിൻ്റെ വേറൊരു പേരാണ് നോമിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മണി കോസ്റ്റ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ടോട്ടൽ മണി എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഫേം ഓൺ ദ വേരിയസ് ഐറ്റംസ് എൻറ്റേർഡ് ഇൻ ടു പ്രൊഡക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. വളരെ ഈസിയാണ്. ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് എന്തൊക്കെ വേരിയസ് ഐറ്റംസ് നമുക്ക് അതിലേക്ക് ആവശ്യമുണ്ടോ അത് വാങ്ങിക്കാനും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവിനെ തന്നെയാണ് മണി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, മണി പേയ്മെൻറ്റ് മെയ്ഡ് ഓൺ വേജ്, സാലറി, മാനേജറിയൽ സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി, പേയ്മെൻറ്റ്, റോ മെറ്റീരിയൽസ് വാങ്ങണം, പവർ ആൻഡ് ലൈറ്റുള്ള എക്സ്പെൻസ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, അഡ്വർടൈസ്മെൻറ്റ്, പേയ്മെൻറ്റ് മെയ്ഡ് ഓൺ ദ പർച്ചേസ് ഓഫ് മെഷീനറി, എക്യുപ്മെൻറ്റ്, അങ്ങനെ എല്ലാം കൂടി വരുന്നതാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് മണി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കും. മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന എല്ലാം, ഒരു ഫോമിൽ വരുന്ന എല്ലാ എക്സ്പെൻസിനെ തന്നെയാണ് മണി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ നോമിനൽ കോസ്റ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ കോസ്റ്റാണ് റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് സബ്ജക്റ്റീവ് കൺസെപ്റ്റ് ആണ്. അതായത് റിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാത്രമാണ് വരുന്നത്. It also denotes the efforts of a workers and sacrifices of owners undergone in the production of a particular product. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അതിൻ്റെ ഓണേഴ്സിനോ അല്ലെങ്കിൽ അതിൻ്റെ വർക്കേഴ്സിനോ ഒരു സ്പെഷ്യൽ എഫേർട്ട് അതിലേക്ക് വരികയാണെങ്കിൽ അതിനെയാണ് റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് പെയിൻ ഓർ അൺപ്ലസൻറ്റ്നെസ് ഓർ റിയൽ ഹ്യൂമൻ സാക്രിഫൈസ് ഇൻകേർഡ് ഫോർ പ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഇത് നമുക്ക് ഒരിക്കലും എക്സ്പ്രസ് ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ എഫേർട്ട്, നമ്മുടെ പ്രയത്നം എത്രത്തോളം അതിലേക്ക് വന്നിട്ടുണ്ടോ അതിനെയാണ് റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയാൻ കാരണം എന്താ, നമുക്കത് മെഷറബിൾ അല്ല, മെഷർ ചെയ്യാൻ സാധ്യമല്ല. അടുത്തതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് ഫോർഗോയിങ് ഓർ ഗിവിങ് അപ്പ് ആൻ ഓപ്പർച്യൂണിറ്റി. നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഒന്ന് മാത്രം സെലക്ട് ചെയ്യേണ്ട അവസരം വരും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒന്നിനെ സെലക്ട് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് മറ്റൊന്നിനെയൊക്കെ ഒഴിവാക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ നമ്മൾ അങ്ങനെ ഫോർഗോയിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗിവിങ് അപ്പ്, ഉപേക്ഷിക്കപ്പെടുന്ന ഓപ്പർച്യൂണിറ്റി ഏതാണോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റിനാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. നല്ലൊരു ഓൾട്ടർനേറ്റീവും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അതിനെ ഒഴിവാക്കേണ്ടി വരുമ്പം അതുമൂലം ഉണ്ടാകുന്ന കോസ്റ്റാണ്. ഇറ്റ് ഇംപ്ലൈസ് ദ ഇൻകം ഓർ ബെനിഫിറ്റ് ഫോർ ഗോൺ. നമ്മൾ അതിനുള്ള ആ ഒരു ബെനിഫിറ്റോ അല്ലെങ്കിൽ ഇൻകൊക്കെ നമുക്ക് അവിടെ നഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് എ സർട്ടൻ കോഴ്സ് ഓഫ് ആക്ഷൻ ഹാസ് ബീൻ ടേക്കൺ. നമ്മളിപ്പോൾ ഒരു 2-3 ചോയ്സ് വരുമ്പം അതിലത്തെ ഒന്നേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒന്ന് സെലക്ട് ചെയ്തതുകൊണ്ട് മറ്റൊരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിൻ്റെ ബെനിഫിറ്റും കൂടി അവിടെ നമുക്ക് ഇല്ലാതെ ആവുന്നു. അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റാണ് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഹാവ് ഓൾറെഡി ബീൻ ഇൻകേർഡ്, ഓൾറെഡി നമുക്ക് ഇൻകർ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് വിച്ച് കനോട്ട് ബി ചേഞ്ച്ഡ് ബൈ എനി ഡിസിഷൻ മെയ്ഡ് നൗ ഓർ ഇൻ ദ ഫ്യൂച്ചർ. അതായത് ഇപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു പോയി, പക്ഷേ ഇനി നമുക്ക് ഭാവിയിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള കോസ്റ്റിനാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇതൊരു പാസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സങ്ക് കോസ്റ്റ്.
കാരണം ഇപ്പോൾ ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി നമുക്കൊരു കോസ്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞില്ലേ, അപ്പോൾ ഇനി അതിനെയാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓൾറെഡി സംഭവിച്ചു, ഇനിയിപ്പോൾ പെട്ടെന്നൊരു തീരുമാനം എടുത്തോണ്ടോ അല്ലെങ്കിൽ ഭാവിയിലേക്കൊന്നും ഒരിക്കലും അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റിനാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിഫറൻഷ്യൽ കോസ്റ്റ് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ചേഞ്ച് ഇൻ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർ പാറ്റേൺ ഓഫ് പ്രൊഡക്ഷൻ ഓർ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ നമ്മളൊരു മെത്തേഡ് ഉപയോഗിക്കുന്നു, ആ മെത്തേഡ് ചിലപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക വെച്ചാൽ ആ പാറ്റേൺ ഒന്ന് മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് മൂലം നമുക്ക് ഉണ്ടാവുന്ന കോസ്റ്റിനെയാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ആർ ആക്ച്വലി പെയ്ഡ്, നമ്മൾ ക്യാഷ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു, ദേ ആർ പെയ്ഡ് ഇൻ കോസ്റ്റ്. നമ്മളെന്താണ് അതിൻ്റെ ആ കോസ്റ്റ് പെയ്ഡ് ഔട്ട് കോസ്റ്റ്, പേയ്മെൻറ്റ്സ് മെയ്ഡ് ടു അതേഴ്സ് ആർ കോൾഡ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് പേയ്മെൻറ്റ്, നമുക്ക് ഉണ്ടായ ചിലവിന് നമ്മൾ ഔട്ട്സൈഡേഴ്സിന് അവരുടെ സർവീസോ ഗുഡ്സോ യൂസ് ചെയ്യുന്ന വഴി അവർക്ക് നമ്മൾ പേയ്മെൻറ്റ് ക്യാഷ് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, റിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞു ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഇവിടെ ആ കോസ്റ്റ് എന്താ വിച്ച് ആർ നോട്ട് പെയ്ഡ് ഇൻ ക്യാഷ് ടു എനിവൺ, നമുക്ക് ഒരാൾക്കും അവിടെ പൈസ കൊടുത്തിട്ട് ആ ഒരു ചിലവ് നികത്താൻ പറ്റില്ല. കാരണം എന്താ, ആക്ച്വലി ദീസ് ആർ നോട്ട് ആക്ച്വലി ഇൻകേർഡ് ബട്ട് ആർ കമ്പ്യൂട്ടഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഇത് നമുക്ക് ഇങ്ങനെ ഒരു കോസ്റ്റ് ഉണ്ടാവുന്നില്ല, പക്ഷേ ഒരു ഡിസിഷൻ മേക്കിംഗ് പർപ്പസിൻ്റെ ഭാഗമായിട്ട് അത് കമ്പ്യൂട്ട് ചെയ്യപ്പെടുന്നു എന്ന് മാത്രമേ, ഇങ്ങനെ ഒരു കോസ്റ്റ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു കോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ഓൺട്രപ്രണർ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾ ആ ഒരു ബിസിനസ്സിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയവും അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുക, സാക്രിഫൈസ് ചെയ്യണം. അത് നമുക്ക് കാണാൻ മാത്രമേ അറിയുന്നുള്ളൂ, അല്ലാണ്ട് നമുക്കത് ഫീൽ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ തരത്തിൽ മെഷറബിളോ അല്ല. അത്തരത്തിലുള്ള കോസ്റ്റാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ റെൻറ്റ് ചാർജ്ഡ് ഓൺ ഓൺഡ് പ്രെമിസസ്, നമ്മുടെ സ്വന്തം ബിൽഡിങ്ങിന് റെൻറ്റ് ചാർജ് ചെയ്യുന്നത്. വേജസ് ഓഫ് ഓൺട്രപ്രണർ, അപ്പോൾ ആ ബിസിനസ് ചെയ്യുന്ന അയാളുടെ ശമ്പളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വന്തം ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇംപ്ലിസിറ്റ് കോസ്റ്റിൻ്റെ വേറൊരു പേരാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റ് എന്ന പേരിലും കൂടി അറിയപ്പെടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോസ്റ്റുകളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത കോസ്റ്റുകളുമാണ്. എക്സ്ട്രാ പേരുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നോട്ട് ചെയ്യുക, കാരണം ആ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതാണ് എഴുതേണ്ടി വരിക. നെക്സ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് ആണ്. അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ എക്സ്പെൻഡിച്ചറും, ഒരു ഫേമിന് ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി വന്ന എല്ലാ ചിലവിനെയാണ് അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് കോസ്റ്റും ഏത് കോസ്റ്റിനെയാണ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, അതായത് നമ്മൾ ക്യാഷ് ആയിട്ട് ഔട്ട്സൈഡേഴ്സിന് കൊടുക്കുന്ന എല്ലാ കോസ്റ്റിനെയാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് അക്കൗണ്ടിങ് കോസ്റ്റും. അല്ലെങ്കിൽ ഓൾ ഐറ്റംസ് ഓഫ് എക്സ്പെൻസ് അപ്പിയറിംഗ് ദ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട്. ഇനി നമുക്കൊരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുക, അപ്പോൾ അവിടെ നമ്മൾ ട്രേഡിങ്ങിൻ്റെയും P&L അക്കൗണ്ടിങ് ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന എല്ലാ എക്സ്പെൻസിനെയും തന്നെയാണ് എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടിങ് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസ് 3 പിന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും, അങ്ങനെ 4 ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് മെറ്റീരിയൽ ലേബറും എക്സ്പെൻസും പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകൾ. അപ്പോൾ ഈ 4 കാര്യങ്ങളെയാണല്ലോ നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതിനെ തന്നെയാണ് അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരിട്ട് തന്നെ വരുന്ന ചിലവുകളാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ കേസിൽ നമ്മൾ ബ്രിക്സ് വാങ്ങിച്ച് കൊണ്ടുവരിക, പിന്നെ ഒരു മെഷീനറിയുടെ കേസിൽ സ്റ്റീൽ കൊണ്ടുവരിക, ടിമ്പർ, ഫർണിച്ചർ ഉണ്ടാക്കണമെങ്കിൽ ടിമ്പർ കൊണ്ടുവരിക, അതിൻ്റെ റോ മെറ്റീരിയൽ അതാണ്. ഇപ്പോൾ ഡ്രസ്സ് മേക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്ലോത്ത് കൊണ്ടുവരിക. അപ്പോൾ ആ ഒരു മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റായി നമുക്ക് ഉണ്ടാകുന്ന ചിലവിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആ ഒരു ഡയറക്റ്റ് ലേബർ വേജ് നമ്മൾ കൊടുക്കുക, ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സേവനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂലിയായി കൊടുക്കുന്നതിന് ഡയറക്റ്റ്. ഇപ്പോൾ ബ്രിക്സ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അൺലോഡ് ചെയ്ത് കിട്ടണം, കൊണ്ടുവന്ന് അൺലോഡ് ചെയ്ത് കിട്ടുന്ന വരെ അതിനുള്ള ചിലവും കൂടി ലേബറിന് നമ്മളവിടെ കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ്. വിച്ച് ക്യാൻ ബി ഡയറക്റ്റ്ലി ചാർജ് വിത്ത് പ്രൊഡക്റ്റ് ഓർ പ്രോസസ് ഓർ ജോബ്. ഒരു ജോബിലോ ഒരു പ്രോസസ്സിലോ ഒരു പ്രൊഡക്റ്റിലോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിച്ച് ആർ നൈദർ ഡയറക്റ്റ് മെറ്റീരിയലോ ഡയറക്റ്റ് ലേബറോ ഇപ്പോൾ രണ്ടും പറഞ്ഞു. ഇത് രണ്ടും അല്ലാതെ വരുന്ന മറ്റ് ചിലവിനെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. സ്പെഷ്യലി ഇൻകർ ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്, ഒരു ജോബ്, ഒരു പ്രോസസ്സ്, ഒരു പ്രൊഡക്റ്റ്, ഇത് ഏതെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇത് രണ്ടും അല്ലാതെ ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും അല്ലാതെ വരുന്നതിനെയാണ് ഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് പറയുന്നത്. അതായത് യൂട്ടിലിറ്റിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ.
ഡയറക്റ്റ് എക്സ്പെൻസിനെ പറഞ്ഞ പേര് ചാർജബിൾ എക്സ്പെൻസ് എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിസൈൻ, പാറ്റേൺ, അതിൻ്റെ സ്പെഷ്യൽ ഡ്രോയിങ്സ്, മോഡല്, ഇതിനൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസുകൾ. ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള കോസ്റ്റ് ഓഫ് പേറ്റൻറ്റ്, റോയൽറ്റി, ട്രാവലിംഗ് എക്സ്പെൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും എല്ലാ എക്സ്പെൻസും ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലാത്ത ബാക്കി എല്ലാറ്റിനെയും ഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്, ഇത് മൂന്നും അല്ലാത്ത മറ്റുള്ള ചിലവിനെയാണ് കോമൺ കോസ്റ്റ് ആണത്. അതിന് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരിക്കലും വേർതിരിച്ച് ഇതിൻ്റെ ചിലവ് നമുക്ക് അറിയാൻ പറ്റില്ല. പെർട്ടിക്കുലർ പ്രൊഡക്റ്റോ ഒരു പ്രോസസ്സോ ഒരു ജോബോ ഡിപ്പാർട്ട്മെൻറ്റിനോ ഇൻഡയറക്റ്റ്ലി എനിക്ക് ഇത്ര കോസ്റ്റ് വന്നു എന്നൊന്നും അവിടെ പറയാൻ പറ്റില്ല. കാരണം ഇൻഡയറക്റ്റ് കോസ്റ്റിനെ അപ്പോർഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രൊഡക്റ്റോ പ്രോസസ്സോ ഡിപ്പാർട്ട്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ റെൻറ്റ് കൊടുത്തു, നമ്മൾ മൊത്തത്തിലൊരു ബിൽഡിങ്ങിനായിരിക്കും കൊടുക്കുക, പക്ഷേ അതിൻ്റെ ഓരോ ബിൽഡിങ്ങിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് എന്താണ് വേർതിരിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. സാലറീസ്, അഡ്വർടൈസ്മെൻറ്റ്, ലീഗൽ ചാർജ്, ഇൻഷുറൻസ്. ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ പേരാണ് ഓൺ കോസ്റ്റ് അല്ലെങ്കിൽ ഓവർ ഹെഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്ന കോസ്റ്റാണ് എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത്. എക്കണോമിക് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എസ്റ്റിമേറ്റ് ചെയ്യുക. അതായത് നോട്ട് ഓൺലി ഫോർ ദ പേയ്മെൻറ്റ്സ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, റെൻറ്റ്, വേജസ്, അങ്ങനത്തെ അല്ലാത്ത പേയ്മെൻറ്റ്സ് സെൽഫ് ഓൺഡ് ഫാക്ടേഴ്സിനും കൂടിയിട്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഓൺട്രപ്രണറുടെ സാലറി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺഡ് ക്യാപിറ്റൽ, റെൻറ്റ്, അതൊക്കെ നമ്മൾ പറഞ്ഞത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആയിട്ടാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കോസ്റ്റിനെ തന്നെയാണ് എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ റെഫർ ചെയ്യുന്നത് എങ്ങനെയാണ്, ടോട്ടൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. നമുക്ക് അറിയാം, പുറമേക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നതും ഉള്ളിൽ തന്നെ വേണ്ടതുമായിട്ടുള്ള ആ കോസ്റ്റിൻ്റെ ടോട്ടലിനെയാണ് എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഈ ഒരു കോസ്റ്റിനെ കുറിച്ചുള്ള സ്ട്രക്ചർ. ഇതിൽ എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ എക്സ്പ്ലിസിറ്റ് ചോദിച്ചിട്ടുണ്ട്, അക്കൗണ്ടിങ് ചോദിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് കോസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റും എക്കണോമിക് കോസ്റ്റിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അക്കൗണ്ടിങ് കോസ്റ്റിൽ അതിന് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലോ ഗുഡ്സ് സർവീസ് ചെയ്യുന്നതിലോ ഗുഡ്സോ സർവീസോ കൊടുക്കുന്നതിൻ്റെ ഭാഗമായി നമുക്കുണ്ടാകുന്ന അക്കൗണ്ടിങ് കോസ്റ്റ്. ഇതൊക്കെ ഔട്ട്സൈഡേഴ്സിന് കൊടുക്കുന്നതാണ്. ഇപ്പോൾ വേജ് കൊടുത്തു, മെറ്റീരിയൽ കൊടുത്തു, ഫ്യൂവൽ, പവറിൻ്റെയൊക്കെ ചാർജ് കൊടുത്തു. അപ്പോൾ അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറയുന്നത് മണി പെയ്ഡ് ഫോർ കോൺട്രാക്ച്വൽ പേയ്മെൻറ്റ്, കോൺട്രാക്ട് ബേസ്ഡ് കൊടുക്കുന്നതും അക്കൗണ്ടിങ് കോസ്റ്റാണ്. സപ്ലയേഴ്സ് ഓഫ് റിസോഴ്സ് ഒക്കെ സപ്ലൈ ചെയ്യുമ്പം അവരൊരു കരാറിൽ ഏർപ്പെട്ടിട്ട് അവരാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. ഇതിന് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്നും പറയും. എക്കണോമിക് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ രണ്ട് കോസ്റ്റും കൂടിയിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് നമുക്കറിയാം, റെൻറ്റ് ചാർജ്ഡ് ഓൺ ഓൺഡ് പ്രമിസസ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺഡ് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക. വേജസ് പെയ്ഡ് ടു ഓൺട്രപ്രണേഴ്സ്, സ്വയം നമ്മുടെ വർക്കിനുള്ള ഒരു പേയ്മെൻറ്റ് കിട്ടുക, അതെല്ലാം തന്നെയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിങ് കോസ്റ്റിൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് മാത്രമേ ഉള്ളൂ. കാരണം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻ്റർ ചെയ്യുന്നത് മാത്രമേ അക്കൗണ്ടിങ് കോസ്റ്റിൽ കാണിക്കുള്ളൂ. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ റെക്കോർഡ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എക്കണോമിക് കൺസെപ്റ്റിൽ കോസ്റ്റ് ആയിട്ട് മാത്രം അതിൻ്റെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടാണ് അവിടെ പറയുന്നത്. അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനും കൺട്രോളിനും ആവശ്യമാണ്. പക്ഷേ എക്കണോമിക് കോസ്റ്റ് ഡെസിഷൻ മേക്കിങ്ങിനാണ് ആവശ്യമുള്ളത്. അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് പേയ്മെൻറ്റ് മാത്രമാണ് എൻ്റർപ്രണർ ചെയ്യുന്ന അല്ലെങ്കിൽ ഓൺട്രപ്രണർ ചെയ്യുന്ന ക്യാഷ് പേയ്മെൻറ്റിനെ കുറിച്ചാണ് അക്കൗണ്ടിങ് കോസ്റ്റ് പറയുന്നത്. എക്കണോമിക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ അക്കൗണ്ടിങ് കോസ്റ്റ് പ്ലസ് ഇംപ്ലിസിറ്റ് കോസ്റ്റും കൂടി വരും എന്നുള്ളതാണ് പ്രത്യേകത. ഇതൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സോഷ്യൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സോഷ്യൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ കോസ്റ്റ് എന്താണെന്നുള്ളത് ഇവിടെ പറയുന്നത്, ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് കോസ്റ്റ് വിൽ ബി ഇൻകേർഡ് നോട്ട് ഓൺലി ബൈ ദ ഓണേഴ്സ് ഓഫ് ബിസിനസ് ബട്ട് ഓൾസോ ബൈ ദ സൊസൈറ്റി. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പ്രൊഡക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ അവിടെ ഓണേഴ്സ് മാത്രമല്ല അതിൻ്റെ കോസ്റ്റ് എടുക്കുന്ന, ആ ഒരു സൊസൈറ്റിയും കൂടി വരുന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഇൻകേർഡ് ബൈ എ സൊസൈറ്റി ഇൻ ടേംസ് ഓഫ് റിസോഴ്സസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് റിസോഴ്സസ് സൊസൈറ്റിയും കൂടിയിട്ട് തരുന്നുണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാവുന്ന കോസ്റ്റിനെയാണ് സോഷ്യൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ. സോഷ്യൽ കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോസ്റ്റ് ബോൺ ബൈ ദ ഓണേഴ്സ് ഓഫ് എ ബിസിനസ് ബട്ട് ഓൾസോ കോസ്റ്റ് പാസ്ഡ് ടു ദ സൊസൈറ്റി. ഇവിടെ ഓൺട്രപ്രണർ മാത്രം ഒറ്റയ്ക്ക് എടുക്കുന്നില്ല, ഒരു സൊസൈറ്റിയുടെയും കൂടി ചിലവ് അതിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ നമ്മൾ സർട്ടൻ കമ്മോഡിറ്റീസ് എന്തെങ്കിലും കെമിക്കലോ റബ്ബറോ പെട്രോളിയം സ്റ്റീൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതുണ്ടാക്കുമ്പോൾ അവിടെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ പൊല്യൂഷൻ കോസ് ചെയ്യുമ്പം ഒരു കമ്മോഡിറ്റി ഉണ്ടാക്കുമ്പോൾ പൊല്യൂഷൻ ഉണ്ടാവുന്ന അതൊരു സോഷ്യൽ കോസ്റ്റ് ആണ്. ഇമ്പോസ് സോഷ്യൽ കോസ്റ്റ് ഓൺ ദ റെസിഡൻസ് ഹു സഫർ ഇൽ ഹെൽത്ത്. ആരാണോ ആ ഒരു ഇൽ ഹെൽത്ത് അവിടെ സഫർ ചെയ്യേണ്ടി വരുന്നത്, അപ്പോൾ അവിടെയാണ് ഈ ഒരു കോസ്റ്റ്
ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. Some industries leaves based which the adjoining areas have to bear a cost that is not borne by the firm but is incurred by others in the society. ഒരു കോസ്റ്റ് അതിൻ്റെ ഓൺടർപ്രണർ അല്ലാതെ സൊസൈറ്റിയിലെ മറ്റുള്ളവർ കൂടി ഇൻകർ ചെയ്യുന്നതിനാണ് എക്സ്റ്റേണൽ കോസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഒക്കെയാണ്. എൻ്റെ നോളജ് ഓഫ് സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ബെനിഫിറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ഇൻ ദ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ്. നമുക്ക് കിട്ടുന്ന റിസോഴ്സ് വളരെ ലിമിറ്റഡ് ആണെന്ന് വിചാരിക്കുക, അതിനെ മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നത് സോഷ്യൽ കോസ്റ്റിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് പറയുന്നത് പ്രൈവറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതായത് പ്രൈവറ്റ് കോസ്റ്റ് എന്താണെന്നുള്ളത്, കാരണം ഇത് ഇൻകർ ചെയ്യുന്നത് ഒരു ഫേമിന് ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. എല്ലാ ആക്ച്വൽ കോസ്റ്റും ഒരു ഫേം ഇൻകർ ചെയ്യുന്നുണ്ട്, അതൊക്കെ പ്രൈവറ്റ് കോസ്റ്റുകളുമാണ്. അപ്പോൾ പ്രൈവറ്റ് കോസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും അടങ്ങിയിട്ടുണ്ട്. പ്രൈവറ്റ് കോസ്റ്റ് ഹാവ് ബോൺ ബൈ ഓൺലി ദോസ് പേഴ്സൺസ് ഓഫ് ഫേംസ് ഹു മേക്ക് ഡെസിഷൻ. ആരാണോ ആ ഫേം മുന്നോട്ട് കൊണ്ടുപോകാൻ ഡെസിഷൻ എടുക്കുന്നത് അവർ മാത്രം പേഴ്സണലി അനുഭവിക്കുന്ന ഒരു കോസ്റ്റാണ് പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഇഫക്റ്റ് ഓഫ് ദ പ്രൊഡ്യൂസ്ഡ് കമ്മോഡിറ്റി ഓൺ ദ സൊസൈറ്റി, അതിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റിയുടെ ഇഫക്റ്റ് ഒന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതാണ് പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്രൈവറ്റ് കോസ്റ്റും സോഷ്യൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ പറയുന്നുണ്ട്. പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫേം ഇൻകർ ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമായിട്ട്. സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് അവിടെ സൊസൈറ്റിയുടെ കൂടി അതിൽ ഭാഗം ആവുന്നു. സോഷ്യൽ കോസ്റ്റ് പ്രൈവറ്റും എക്സ്റ്റേണലും ഉണ്ട്. പ്രൈവറ്റ് കോസ്റ്റിൽ എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും വരുന്നുണ്ട്. പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അവിടെ എക്സ്റ്റേണൽ കോസ്റ്റ് ഉൾപ്പെടുന്നില്ല. പിന്നെ സോഷ്യൽ കോസ്റ്റ് എനേബിൾ ചെയ്യുന്നത് എന്താണ്, സോഷ്യൽ ഇംപ്ലിക്കേഷനാണ്. സ്കെയേഴ്സ് റിസോഴ്സ് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എന്ന് സൊസൈറ്റിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ഷൻസും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. എക്കണോമിക് ഓപ്റ്റിമം ഈസ് ദ യാർഡ്സ്റ്റിക് മാറ്റേഴ്സ് ഓഫ് പ്രൈവറ്റ് കോസ്റ്റ്. സോഷ്യൽ ഓപ്റ്റിമം ഈസ് ഗവേണിംഗ് ഫാക്ടർ ഇൻ ദ കേസ് ഓഫ് സോഷ്യൽ കോസ്റ്റ്. അതായത് സൊസൈറ്റിക്കാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോഷ്യൽ വെൽഫെയർ മാക്സിമൈസ് ചെയ്യാം. പ്രൈവറ്റ് കോസ്റ്റിൽ അങ്ങനെ ഇല്ല, സോഷ്യൽ കോസ്റ്റ് ഹാസ് ടു ബി മിനിമൈസ്ഡ്. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോസ്റ്റാണ് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഡു നോട്ട് വാരി വിത്ത് ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ്റെ വോളിയം എത്ര കൂടിയാലും കുറഞ്ഞാലും ഒന്നും മാറ്റില്ലാതെ മുന്നോട്ട് പോകുന്ന കോസ്റ്റാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കോസ്റ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു സർട്ടൺ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ വരെയും ഈ ചിലവ് എല്ലാറ്റും ഒരുപോലെ ബാധകമായിരിക്കും. അപ്പോൾ പ്രൊഡക്ഷൻ സീറോ ആണെങ്കിലും നമ്മൾ ഒന്നും പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും ഈ കോസ്റ്റ് അവിടെ ഉണ്ടാവും. ഫേം വിൽ ഹാവ് ടു ഇൻകർ ഫിക്സഡ് കോസ്റ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറയണം, നമ്മളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങി, അടച്ചു പൂട്ടിയിട്ടു, പക്ഷെ നമുക്ക് അതിന് റെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ബാങ്കിൽ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം, മെഷീനൊക്കെ ഡിപ്രീസിയേഷൻ ആവും, അവിടെ വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും ഇൻഷുറൻസ് അടയ്ക്കണം, സാലറി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഔട്ട്പുട്ട് ഓഫ് വോളിയം ഒരു സർട്ടൺ ലെവൽ വരെ ഡിഫറെൻ്റ് ആയാലും നമ്മൾ നിർബന്ധമായിട്ടും കോൺസ്റ്റൻ്റ് ആയിട്ടും ഉണ്ടാകുന്നൊരു കോസ്റ്റാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് കോസ്റ്റ് വേറൊരു പേരാണ് സപ്ലിമെൻ്ററി കോസ്റ്റ്, കപ്പാസിറ്റി കോസ്റ്റ്, പീരീഡ് കോസ്റ്റ്, ഓവർ ഹെഡ് കോസ്റ്റ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ചസ് വിത്ത് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റി ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആ മാറ്റം ഫിക്സഡ് കോസ്റ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ആ വോളിയം ഒന്ന് കൂടിയെന്ന് വിചാരിക്കുക, അപ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്താവും, ഡിക്രീസ് ആവുകയാണ് ചെയ്യുക. ഇഫ് ദ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ് ആവുമ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീസ് ആവും. നേരെ ഇൻവേഴ്സ് റിലേഷനാണ് ഇവിടെ വരുന്നത്, ഈ ഫിക്സഡ് കോസ്റ്റും ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷനും തമ്മിൽ ഉണ്ടാവുന്ന. ഫിക്സഡ് കോസ്റ്റ് കൂടുമ്പം ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ അവിടെ കുറയാമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് പേര് തന്നെ അറിയാൻ പറ്റും, ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരിക. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പം വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. ഒരേ സെയിം പോസിറ്റീവ് റിലേഷൻഷിപ്പ് അവിടെ കാണിക്കുന്നത്. ഔട്ട്പുട്ട് ഡിക്രീസ് ആവുമ്പോൾ വേരിയബിൾ കോസ്റ്റും ഡിക്രീസ് ആവും. ദർ ഈസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് ഇവിടെ വേരിയബിൾ കോസ്റ്റും വോളിയം ഓഫ് പ്രൊഡക്ഷനും. ആദ്യത്തേൽ പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻ, ഓപ്പോസിറ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് കൂടുമ്പം നമുക്കവിടെ വോളിയം ഓഫ് ഔട്ട്പുട്ട് കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് വേരിയബിൾ കോസ്റ്റ് കൂടുന്തോറും അതിൻ്റെ ഔട്ട്പുട്ടും കൂടുന്നു, കുറയും തോറും കുറയുക, കൂടുന്തോറും കൂടുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് വേരിയബിൾ കോസ്റ്റും വോളിയം ഓഫ് പ്രൊഡക്ഷനും തമ്മിൽ വരുന്നത്. അപ്പോൾ വേരിയബിൾ കോസ്റ്റിൻ്റെ വേറൊരു പേരാണ് പ്രൈം കോസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിലെന്തൊക്കെ വരും, ഡയറക്റ്റ് കോസ്റ്റ് പറയുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്, ഈ 3 കാര്യങ്ങളും ചേരുമ്പോൾ അത് ഡയറക്റ്റ് കോസ്റ്റായി അല്ലെങ്കിൽ പ്രൈമറി കോസ്റ്റായി. ഇത് തന്നെയാണ് വേരിയബിൾ കോസ്റ്റിലും പറയുന്നത്. ഇനി ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
ആവറേജ് വേരിയബിൾ കോസ്റ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. എപ്പോൾ എന്താ ഔട്ട്പുട്ട് ചേഞ്ചസ്, ഔട്ട്പുട്ട് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമ്പോഴും ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. കാരണം ഇത് നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ ഡിവൈഡ് ചെയ്യുക അതിൻ്റെ കോസ്റ്റ് കൊണ്ട്, ടോട്ടൽ ഔട്ട്പുട്ട് കൊണ്ട്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ ടോട്ടൽ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കർവും ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവും ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ആ കർവൊന്നും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മെയിനായിട്ട് ഇവ തമ്മിൽ ഡിഫറൻസിലും പഠിച്ചു വയ്ക്കുക, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻകർ ചെയ്യുന്നതാണ്. ഇപ്പോൾ മെഷീനറി വാങ്ങണം, ബിൽഡിംഗ് വാങ്ങണം, അതൊക്കെ എന്നൊക്കെയുള്ള ചിലവാണ്. അപ്പോൾ അതിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻകർ ചെയ്യാം. ഇപ്പോൾ ലേബർ വേണം, മെറ്റീരിയൽ വേണം, അതൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കുക. എത്ര ലെവൽ ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ആയാലും ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ആവില്ല. പക്ഷേ ഔട്ട്പുട്ട് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇതൊരിക്കലും ഷോർട്ട് റണ്ണിൽ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഷോർട്ട് റണ്ണിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും സീറോ ആവില്ല, കാരണം പ്രൊഡക്ഷൻ ഇല്ലാതെ ഇരിക്കുമ്പോഴും ഈ കോസ്റ്റ് അവിടെ ഇൻകർ ചെയ്യും. അപ്പോൾ ഈ കോസ്റ്റ് ഒരിക്കലും സീറോ ആവില്ല. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ, പ്രൊഡക്ഷൻ നിർത്തുന്നതോട് കൂടിയിട്ട് അവിടെ സ്റ്റോപ്പ് ആവുന്നു, അതിനാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഡിഫറൻസ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ള മെയിനായിട്ടുള്ള പോയിന്റുകൾ, ഇനി ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും തവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. എന്താണ് ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പേര് തന്നെ അറിയാം, അഗ്രഗേറ്റ് മണി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മൊത്തത്തിലെല്ലാം കൂടി വന്ന അതിനാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മൊത്തത്തിലുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ചിലവ് എന്ന് പറയാം. അല്ലെങ്കിൽ ടോട്ടൽ ഫിക്സഡ് അസറ്റും വേരിയബിളും കൂടി കൂട്ടിയത് എന്ന് പറയാം. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പറഞ്ഞാൽ ഒരു ഫേമിൽ എന്തൊക്കെയാണോ ഫിക്സഡ് കോസ്റ്റ് വന്നത് അതിൻ്റെ ഒപ്പം എന്തൊക്കെയാണോ വേരിയബിൾ കോസ്റ്റ് വന്നത് രണ്ടും കൂടി കൂട്ടുമ്പോഴതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വരുന്നൊരു ചിലവ്. ആവറേജ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വരുന്ന ചിലവിനാണ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഏതിന് തുല്യമാണ്, ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ 10,000 രൂപയാണ് അതിന് ചിലവ് വന്നെന്ന് വിചാരിക്കുക. 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു പറഞ്ഞാൽ 10,000/100. അപ്പോൾ അവിടെ എത്ര ഒരു 100 വരുന്നത്. അപ്പോൾ ഇതിനാണ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സം ടോട്ടൽ ഓഫ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റിനെയും ടോട്ടൽ എടുക്കുക, അതിനെ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താണ് ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് എത്രയാണോ വന്നത് ബൈ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോസ്റ്റാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഓരോ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമുക്ക് വരുന്ന ചിലവിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മാർജിനൽ എന്ന് പറഞ്ഞാൽ അഡീഷണൽ അല്ലെങ്കിൽ എക്സ്ട്രാ എന്നുള്ള മീനിങ് ആണ്. ഇത് എക്കണോമിക് വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിനെ കാണിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അഡീഷണൽ കോസ്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു അഡീഷണൽ യൂണിറ്റ്. ഇപ്പോൾ 100 യൂണിറ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. ഇനി 101 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു യൂണിറ്റ് അധികമായിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു അഡീഷണൽ യൂണിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് അഡീഷണൽ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലാസ്റ്റ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എമൗണ്ട് ബൈ വിച്ച് ടോട്ടൽ കോസ്റ്റ് ചേഞ്ചസ് വെൻ ദർ ഈസ് എ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ബൈ 1 യൂണിറ്റ്. നമ്മുടെ ഔട്ട്പുട്ട് എത്രയാണോ അതിൽ ഒരു യൂണിറ്റും കൂടി ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പം കോസ്റ്റിൽ ടോട്ടൽ കോസ്റ്റിൽ എന്ത് ചേഞ്ച് വരുന്നോ അതിനാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, ടോട്ടൽ കോസ്റ്റ് 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 5,000 രൂപയാണ്. പക്ഷേ 101 യൂണിറ്റ് ആകുമ്പോഴോ 5,040 അപ്പോൾ മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഒരു അഡീഷണൽ യൂണിറ്റ് ഉണ്ടാക്കാൻ 40 രൂപയാണ് നമുക്ക് അധികം കൊടുക്കണം. ഇവിടെ ശ്രദ്ധിക്കുക, 5,000 രൂപയാണ് 100 യൂണിറ്റിന്. അപ്പോൾ 101ാമത്തെ ഒരു യൂണിറ്റ് നമുക്ക് അവിടെ ചെയ്യുമ്പോൾ 5,040 ആവും എന്ന് പറഞ്ഞാൽ ആ എക്സ്ട്രാ വരുന്ന 40 അതിൻ്റെ അഡീഷണൽ യൂണിറ്റ് ഉണ്ടാക്കാൻ വരുന്ന ചിലവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ നമുക്ക് എക്സ്ട്രാ വരുന്നത് 40 രൂപയാണ്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് 1 or more ലെസ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ദാൻ എക്സിസ്റ്റിംഗ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. നിലവിൽ എന്താണോ എക്സിസ്റ്റിംഗ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ വരുന്ന അതിനേക്കാൾ ഒരു യൂണിറ്റ് 1 യൂണിറ്റ് ലെസ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ദാൻ ദ എക്സിസ്റ്റിംഗ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ആ ഒരു യൂണിറ്റ് കുറച്ചുകൊണ്ട് നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചാൽ എത്ര രൂപ ചിലവ് വരും, അതിനെ തന്നെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഷോർട്ട് റൺ കോസ്റ്റും ലോങ് റൺ കോസ്റ്റും ഉണ്ട്. ഷോർട്ട് റൺ പീരീഡ് ഓഫ് ടൈമിൽ ഔട്ട്പുട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇൻക്രീസോ ഡിക്രീസോ ചെയ്യുകയാണെങ്കിൽ അതിനെ തന്നെയാണ് ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ലോങ് റൺ കോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും വാരി ചെയ്ത് ഒരു ലോങ് പീരീഡിലേക്ക് വാരി ചെയ്യുക. ലോങ് റണ്ണിലേക്കാണെങ്കിൽ എന്താ, അവിടെ നോ ഫിക്സഡ് കോസ്റ്റ് ബട്ട് ഓൾ കോസ്റ്റ് ആർ വേരിയബിൾ.
ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും നമ്മൾ പറഞ്ഞല്ലോ, അത് ഷോർട്ട് റണ്ണിലേക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ ഇത് ചേഞ്ച് ആവും. അപ്പോൾ അവിടെ ഫിക്സഡ് കോസ്റ്റ് ഇല്ലാതെ ആവുന്നു, പകരം വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും അതിൽ കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. ഇനി ഷോർട്ട് റൺ കോസ്റ്റും ലോങ് റൺ കോസ്റ്റും എന്താണെന്ന് പറയുന്നുണ്ട്. ഷോർട്ട് റൺ കോസ്റ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വെൻ അറ്റ്ലീസ്റ്റ് വൺ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഫിക്സഡ് ആയിരിക്കും. ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ നമ്മളിപ്പോൾ ലാൻഡ്, ലേബർ അതൊക്കെ നോക്കിയല്ലോ, അതിലേതെങ്കിലും ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനെങ്കിലും ഫിക്സഡ് ആയിരിക്കാം. ലോങ് റൺ കോസ്റ്റ് ആവുമ്പോൾ എന്താണ്, എല്ലാ കോസ്റ്റും ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ വേരിയബിൾ, എല്ലാം വാരി ചെയ്തുകൊണ്ടിരിക്കും ലോങ് റണ്ണിലേക്ക്. ദീസ് ഹാവ് എ ഷോർട്ട് റൺ ഇംപ്ലിക്കേഷൻ. പ്രോസസ് പ്രൊഡക്ഷൻ ആയിരിക്കും ഷോർട്ട് റണ്ണിൽ വരുന്നത്. അതായത് ഒരു പ്രാവശ്യം മാത്രം ചെയ്യുന്ന ഈ ഒരു കോസ്റ്റ് ഒരിക്കലും നമുക്ക് എഗെയിൻ വരുന്നൊരു കോസ്റ്റ് അല്ല. പക്ഷെ ലോങ് റൺ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് പീരീഡിലേക്ക് ഇംപ്ലിക്കേഷൻ നടത്തുന്നതാണ്. അത് ഓവർ ആൻഡ് ഓവർ റേഞ്ച് ഓഫ് ഔട്ട്പുട്ടിന് അനുസരിച്ച് തന്നെ അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നതാണ് പ്രത്യേകത. ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ റണ്ണിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് ഒക്കെ അതിൽ പെടുന്നുണ്ട് ഷോർട്ട് റണ്ണിൽ. ലോങ് റണ്ണിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉൾപ്പെടുന്നില്ല. റണ്ണിങ് കോസ്റ്റോ ഡിപ്രീസിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പിന്നെ ഷോർട്ട് റണ്ണിൽ പറയുന്നത് വേരിയേഷൻസ് അസോസിയേറ്റ് വിത്ത് വേരിയേഷൻസ് ഇൻ യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് പ്ലാന്റ് ഓർ അതർ ഫെസിലിറ്റീസ്. ഫിക്സഡ് പ്ലാന്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ഫെസിലിറ്റികൾ ഉപയോഗിക്കുമ്പോൾ അതിൽ വരുന്ന വേരിയേഷൻസ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ലോങ് റണ്ണിൽ എന്താണ് ആ ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സൈസിലും അതിൻ്റെ കൈൻഡ് ഓഫ് പ്ലാന്റിലൊക്കെ വരുന്ന ചേഞ്ചസ് ആണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഷോർട്ട് റണ്ണിൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗിവൺ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ വരുന്നതാണ്. പക്ഷേ ലോങ് റണ്ണിൽ പറയുമ്പം ഓൾ പോസിബിൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റീസിലും മൊത്തത്തിൽ വരുന്ന കോസ്റ്റിനാണ് പറയുന്നത്. പിന്നെ ഷോർട്ട് റണ്ണിലെ കോസ്റ്റ് കൺസെപ്റ്റ് എപ്പോഴും ഡിറ്റർമിനിങ് ഓപ്റ്റിമം ഔട്ട്പുട്ട് വിതിൻ എ ഗിവൺ പ്ലാൻ സൈസ്. നമ്മുടെ തന്നിരിക്കുന്ന പ്ലാൻ സൈസിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്ര മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കണമെന്നാണ് ഷോർട്ട് റണ്ണിൽ പറയുന്നത്. പക്ഷേ ദ കോസ്റ്റ് കൺസെപ്റ്റ് ആർ യൂസ്ഫുൾ ഫോർ ഡിറ്റർമിനിങ് ഓപ്റ്റിമം പ്ലാൻ സൈസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയാണ് ലോങ് റണ്ണിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ എടുത്ത എല്ലാ പോയിന്റുകളും ഒന്നിനൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. പലതും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റുകളൊക്കെ നന്നായിട്ട് ഓരോ കോസ്റ്റും എന്താണ്, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഡിഫറൻസിലൊന്നും നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക്